ഈ പിണറായി സർക്കാരിന്റെ കരുതൽ എന്നൊക്കെ പറയുമ്പോൾ ചിലർക്കൊക്കെ ഇവിടെ വലിയ പുച്ഛമാണ്. നമുക്ക് എത്ര നൂറ് ഉദാഹരണങ്ങൾ പിണറായി സർക്കാരിന്റെ കരുതലിനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. പക്ഷേ അതിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഒരു കരുതൽ എന്ന് വെച്ചാൽ നമ്മുടെ കാരണവർ വധക്കേസിലെ പ്രതി ഷെറിന്റെ കാര്യത്തിലുള്ള കരുതലാണ്. ആദ്യം ഇവർക്ക് ഈ 14 വർഷം പൂർത്തിയാകുന്നത് കൊണ്ട് തന്നെ ഇവരെ ശിക്ഷയിൽ നിന്ന് തന്നെ ഇളവ് നൽകി അങ്ങ് ജയിലിൽ നിന്ന് ഇറക്കി വിടാനുള്ള തീരുമാനമായിരുന്നു മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടത്. അതിനു മുമ്പുള്ള പ്രാരംഭ നടപടിക്രമങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ജയിൽ ഉപദേശക സമിതി ആദ്യം ഇതിന് അനുമതി നൽകുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇത് മന്ത്രിസഭാ യോഗം തന്നെ അംഗീകരിച്ചുകൊണ്ട് ഷെറിൻ അവരുടെ നല്ല നടപ്പും അവരുടെ നല്ല സ്വഭാവവും അങ്ങനെ അവര് ഒരു കുറ്റവാളി എന്ന നിലയിൽ അവർക്കുണ്ടായ ഈ മാനസികമായ പരിവർത്തനം, അതൊക്കെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെ പരിവർത്തിക്കപ്പെട്ട ഷെറിനെ പുറത്തേക്ക് വിടാൻ എന്തായാലും സർക്കാർ തീരുമാനിച്ചത്. അപ്പോൾ അത് വലിയ വിവാദമാവുകയും വലിയ കൊള്ളക്കമാവുകയും ഒക്കെ ചെയ്തു. മാധ്യമങ്ങളൊക്കെ എടുത്ത് വല്ലാതെ വിമർശിച്ച ഒരു ഘട്ടം. അപ്പോൾ അങ്ങനെ അതിനുശേഷമാണ് പെട്ടെന്ന് ഇവരുടെ നല്ല നടപ്പിന്റെ നല്ല സ്വഭാവത്തിന്റെയൊക്കെ ഏറ്റവും വലിയ തെളിവായിട്ട് ഇവർ ജയിലിലെ ഒരു സഹതടവുകാരിയെ ആക്രമിച്ചൊരു സംഭവം കൂടി വാർത്തകളിൽ നിറഞ്ഞ് വലിയ വിവാദമാവുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും നമ്മുടെ സർക്കാർ വിട്ടില്ല. പിണറായി സർക്കാരിന്റെ കരുതൽ ഷെറിന്റെ മേലിങ്ങനെ ചുരിഞ്ഞുകൊണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്, അത് ആ വാർത്ത പുറത്തു വന്നത് പോലും ഇന്നാണ് എന്ന് ഓർക്കണം. ഇന്ന് രാവിലെ പുറത്തു വന്ന വാർത്തയാണ് കാരണവർ വധക്കേസിലെ പ്രതി ഷെറിന് ഒരിക്കൽ കൂടി പരോൾ അനുവദിച്ചിരിക്കുന്നു എന്നുള്ളത്. അതായത് ശിക്ഷ ഇളവ് ചെയ്ത് വെളിയിൽ വിടാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു, വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എങ്കിൽ പിന്നെ പരോൾ കൊടുത്ത് ഇറക്കി വിടാം. 5-ാം തീയതി മുതൽ അവർക്ക് പരോൾ കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ 5-ാം തീയതി മുതൽ ഷെറിൻ ഇപ്പോൾ പുറത്താണ്. അപ്പോൾ ഷെറിൻ ഇടയ്ക്കിടയ്ക്ക് പരോളിൽ ഇറങ്ങേണ്ട ആവശ്യം ആരാണെന്നൊക്കെയുള്ള സംശയങ്ങളും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾക്കുമൊക്കെ ഒരു സാഹചര്യം ഒരുങ്ങുന്ന ഒരു അവസ്ഥയാണ്. 20-25 വർഷമായിട്ട് കണ്ണ് കാണാൻ വയ്യാതെ എണീച്ച് നടക്കാൻ വയ്യാത്ത എത്രയോ പേര് ഇങ്ങനെ ഈ ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ടവർ ഇങ്ങനെ ജയിലുകളിൽ തുടരുമ്പോഴാണ് ഈ 14 വർഷം പൂർത്തിയാകുന്ന വേളയിൽ തന്നെ ഷെറിനെ ഈ ശിക്ഷയിൽ നിന്ന് തന്നെ ഇളവ് ചെയ്ത് പുറത്തുവിടാനും, അതുപോലെ ഈ 14 വർഷത്തിനിടയ്ക്ക് ഷെറിന് കിട്ടിയ പരോൾ ദിവസങ്ങളുടെ എണ്ണം കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അതായത് ഏതാണ്ട് 500 ദിവസത്തിലധികം പരോൾ കിട്ടിയെന്നാണ്. അതായത് ഈ ഷെറിൻ ശരിക്കും നമ്മുടെ സമൂഹത്തിന് നൽകുന്നൊരു മാതൃകയെന്ന് വെച്ചാൽ, വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഒരാളെയൊക്കെ തട്ടിയിട്ട് ഇങ്ങനെ 14 വർഷം കൊണ്ട് നമുക്ക് വളരെ സുഖമായിട്ട് പുറത്തു വരാം. ഈ 14 വർഷത്തിനുള്ളിൽ തന്നെ 2 വർഷത്തോളം പരോള് കിട്ടും. അങ്ങനെ ഗംഭീരമായൊരു പരിപാടിയായിട്ട് ഇതിങ്ങനെ മാറുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യതയുണ്ടെന്നൊക്കെ ഷെറിൻ തെളിയിക്കുന്നുണ്ട്. ഷെറിന്റെ അനുഭവങ്ങൾ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പിന്നിൽ ഒരു മന്ത്രിക്ക് വല്ലാത്ത ഒരു മന്ത്രി മുട്ടി നിൽക്കുകയാണെന്നുള്ള നിലയിലുള്ള ചർച്ചകളൊക്കെ പുരോഗമിച്ചിരുന്നു. ഷെറിനെ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരോളിലെടുക്കാൻ ഒരു മന്ത്രി പുങ്കവന് വലിയ താല്പര്യമുണ്ട് എന്നൊക്കെ. ഏതായാലും ഷെറിൻ വധക്കേസുമായി ബന്ധപ്പെട്ട ദുരൂഹതകളിലേക്ക് വെളിച്ചം വീശുന്ന കാരണവർ ഫാമിലിയിലെ, കാരണവർ കുടുംബത്തിലെ ഒരു അംഗം, കാരണവരുടെ ഏറ്റവും അടുത്ത ബന്ധുവായ അനിൽ ഓണംപള്ളി ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞിരുന്നു. അനിൽ ഓണംപള്ളിയുടെ വാക്കുകൾ, ഞെട്ടിക്കുന്ന വാക്കുകളാണ്. കാരണവർ കൊല്ലപ്പെട്ട രാത്രിയെക്കുറിച്ച് അനിൽ ഓണംപള്ളി പറയുന്നു. പ്രിയപ്പെട്ടവരെ, കാരണവർ വധക്കേസിലെ പ്രതി ഭാസ്കര കാരണവരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഷെറിന്റെ ശിക്ഷ ഇളവ് ചെയ്തുകൊണ്ട് ഷെറിനെ പുറത്തേക്ക് വിടാൻ സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം ഉണ്ടായിരിക്കുന്നു. ഇനി ഗവർണറുടെ ആ കാര്യത്തിലുള്ള തീർപ്പ് മാത്രം ഉണ്ടായാൽ മതി. ഈ സാഹചര്യത്തിൽ ഈ കേസിലെ സാക്ഷിയും ഭാസ്കരക്കാരനവരുടെ ബന്ധുവുമായ ശ്രീ അനിൽ ഓണംപള്ളി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അനിൽ, ഇപ്പോ വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമാണ്. ഇത് വീണ്ടും ഇങ്ങനെ ചർച്ചയാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും അവ്യക്തതകളുണ്ട്. പഴയ വാർത്തകൾ തേടി പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട് ആളുകൾ. എന്താണെന്ന് സംഭവിച്ചത്, 2009 എന്തായിരുന്നു സംഭവിച്ചതെന്നൊക്കെ. നമുക്ക് 2001 പോയാൽ അങ്ങേക്ക് ഓർമ്മയുണ്ടോ ഈ ഷെറിന്റെ വിവാഹാലോചന എങ്ങനെയാണ് വരുന്നത്, ഷെറിനിലേക്ക് എങ്ങനെയാണ് ഈ കുടുംബം എത്തുന്നത് എന്നതിനെ കുറിച്ച് അങ്ങേക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? ഭാസ്കരക്കാരനവര് മക്കള് 3 അമേരിക്കയിലായിരുന്നു. മൂത്ത മകൾ ബെക്സി, 2ാമത്തെ മകൻ ബിജു, 3ാമത്തെ ബിനു. ഭാസ്കര കാരണവർ ഭാര്യ അവിടുത്തെ അമേരിക്കയിലെ ഹെഡ് നേഴ്സ് ആയിരുന്നു, ശാന്ത കാരണവർ എന്ന് പറയും. അദ്ദേഹം കാരണവര് വർഷങ്ങളായി ബോംബെയിൽ നിന്നും അമേരിക്കയിലേക്ക് പോവായിരുന്നു. ശാന്ത കാരണവരെ സ്നേഹിച്ച് കല്യാണം കഴിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ കുടുംബപരമായിട്ട് പറഞ്ഞാൽ വ്യത്യസ്ത ഒരു കുടുംബത്തിലെ ഒരു ഫാമിലി, ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. അങ്ങനെ കാരണവർ
സ്നേഹിച്ച് വിവാഹം കഴിച്ച പെരുമ്പാവൂർ കൂത്താട്ടുകുളം ഉള്ള നല്ല കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബപരമായിട്ട് പറയുമ്പോൾ ഇന്നിപ്പോ ഊഹിക്കാം, അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും വിവാഹം നടന്നു. കുറച്ച് കാലങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ നിന്ന് കാരണവരുടെ സ്വന്തം ഗ്രഹത്തിൽ വന്നു, ശാന്താകാരണവരുമായിട്ട് വന്നു. അപ്പൊ എല്ലാവരും യോജിച്ചു. അങ്ങനെ ആ ഒരു ഇതായിട്ട് മാറി. നല്ലൊരു കുടുംബ സ്ത്രീയായിരുന്നു ശാന്താകാരണവര്. കാരണവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന്റെ നാട്ടിൽ അദ്ദേഹത്തിന്റെ കുടുംബ വീടെന്ന് പറയുന്ന അന്ന് വീടൊന്നും വെച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ കുടുംബ വീട്, വേറെ വീടാ പിന്നെ വെച്ചത്. കുടുംബ വീട് കളയിക്കൽ എന്ന് പറയും. സഹോദരിയും ഭർത്താവും കുടുംബവും അടങ്ങുന്ന വീട്ടിൽ ഏതാണ്ട് 2 വർഷം കൂടുന്തോറും 3 വർഷം അല്ലെങ്കിൽ 2 വർഷം 1.5 വർഷം നാട്ടിൽ വരും. ഇവരെ ഒന്നിച്ചായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ചില സമയങ്ങളിൽ മക്കളുമായിട്ട് വരുമായിരുന്നു. അങ്ങനെ നാട്ടുകാരും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെറിയാട് വി കെ വാസയൻ സഹാവ്, പിന്നെ പത്മകൃഷ്ണൻ, അങ്ങനെ ഒത്തിരി സഹപാഠികളൊക്കെ ഒന്നിച്ച് പഠിച്ച് ആ നാടുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിൽ വരുമ്പം 1 മാസം അദ്ദേഹം വളരെ സന്തോഷവാനായിട്ട് നാട്ടിലെല്ലാവരെയും കണ്ട് അങ്ങനെ വീണ്ടും അമേരിക്കയിൽ പോകുന്നു. തിരിച്ച് വീണ്ടും കാലങ്ങളിൽ വരും. അപ്പം അങ്ങനെ എല്ലാവരുമായിട്ട് ഒരു സന്തോഷം. സാധാരണ അമേരിക്കയിൽ പോകുന്നവരെ ഒരു 3-4 വർഷം വരുമ്പോൾ ഒരു 10 ദിവസവും 15 ദിവസത്തേക്ക് വരുന്നു പോകുന്നു. അങ്ങനെ അല്ലായിരുന്നു കാരണവരുടെ ഒരു ജീവിതം. അപ്പൊ കാരണവരെ സംബന്ധിച്ച് പറഞ്ഞെങ്കിൽ എന്റെ അമ്മാവനാണ്. അദ്ദേഹം വരുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും, എന്റെ കൊച്ചിയിലേക്ക് ആണെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഒരാൾ വരും എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം അമേരിക്ക അന്നത്തെ കാലത്ത് അമേരിക്കയിലും അല്ല ജർമ്മനിയും അല്ലെങ്കിൽ യൂറോപ്പ് രാജ്യത്തു നിന്നൊക്കെ വളരെ മലയാളികൾ കുറവാണ്. അപ്പം അമേരിക്ക എന്ന് പറയുന്നത് വലിയൊരു സംഭവം. അപ്പൊ അമേരിക്കയിൽ നിന്ന് ഒരാൾ വരുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഇപ്പൊ ഗൾഫിലെ പോലല്ല, ദുബൈയിൽ പോയി വരുന്ന പോലല്ല. അപ്പൊ ഞാൻ അമേരിക്കയിൽ നിന്ന് വരുന്നു. അപ്പൊ ആ ഒരു സന്തോഷ പ്രതീതിയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം മൂത്ത മകന് നാട്ടിൽ വന്നു. മൂത്ത മകനെ നാട്ടിലാണ് പഠിപ്പിച്ച് കുറെ വർഷം ഈ സഹോദരിയുടെ വീട്ടിൽ നിർത്തി പഠിപ്പിക്കുകയായിരുന്നു. അന്ന് ചെങ്ങന്നൂരിലെ MMAR സ്കൂളിലാണ് ആ മകനെ പഠിപ്പിച്ച, ബിജു എന്ന് പറയും. അപ്പൊ അങ്ങനെ നാട്ടിൽ വന്നു. ഞങ്ങൾ കുടുംബമായിട്ട് നല്ലപോലെ ഇടപഴകിയ ഒരു വ്യക്തിയാണ്. അപ്പൊ പുള്ളി അവസാനം ഈ 60 വയസ്സൊക്കെ ആയപ്പോൾ പുള്ളി സാധാരണ അമേരിക്കയിൽ പോകുന്നവര് ഏതാണ്ട് 10-12% പേരും നാട്ടിലോട്ടേ വരത്തുള്ളൂ. ബാക്കി എല്ലാവരും അമേരിക്കയിൽ സെറ്റിലാവും. അപ്പൊ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് വേണമെങ്കിൽ അദ്ദേഹം ആദ്യം നാട്ടിൽ വന്നപ്പോ ഒരു ആലോചന ഉണ്ടായിരുന്നു, ഒരു അനാഥാലയം തുടങ്ങണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായി. അപ്പൊ അങ്ങനെയൊക്കെ പല ആഗ്രഹങ്ങൾ നടത്താം. പിന്നെ പറഞ്ഞു, ഇനി എനിക്ക് അമേരിക്കയിൽ നിന്ന് വരണം, അങ്ങനെ നാട്ടിലൊരു വീട് വെക്കണം. അപ്പൊ അദ്ദേഹം ഈ സമാധാനപരമായി അമേരിക്കയിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു സ്ഥലമാണ്. അപ്പം ജോലി റെയിൽവേയിലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പൊ അങ്ങനെ അവിടുന്ന് നാട്ടിൽ വന്നു. നല്ലൊരു മധ്യ തിരുവിതാംകൂറിലെ ഏതാണ്ട് നല്ലൊരു വീടാണ് അദ്ദേഹം വെച്ചത്. അതിന് ശേഷം അങ്ങനെ മകനെയും കൊണ്ട് മൂത്തവൻ കല്യാണം കഴിച്ചു, മോള് കല്യാണം കഴിച്ചു. ഇളയ മകന് ഒരു വിവാഹം വേണം എന്ന് കണക്ക് കൂട്ടി അദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിൽ ഒരു പെൺകുട്ടിയെ വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അപ്പം വീട്ടുകാരെല്ലാം അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു സമ്മതമാണ്. കാരണം ഒരു മകനെ, അപ്പൊ പുള്ളിക്ക് ഇവിടെ താമസിക്കണം, പുള്ളി ഒരു കുടുംബ ജീവിതവും, അപ്പൊ ഒരു മരുമോളും ഒരു മോനും കൂടെ ഉണ്ടല്ലോ, മറ്റ് 2 മക്കളും അമേരിക്കയിലാണല്ലോ എന്നുള്ള ഒരു ധാരണയിലാണ് ഈ ഷെറിൻ വിവാഹാലോചന നടത്തിയത്. പത്തനാപുരത്ത് കാര്യത്തിയാണ്. അങ്ങനെ അവരൊരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു പറഞ്ഞു വരുവാണെങ്കിൽ നിർധന കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. വിവാഹമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളുകൾ നല്ല ഒരു 4-5 വർഷം വലിയ കുഴപ്പമില്ലാതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കുഞ്ഞ് ജനിച്ചു. ഈ ഷെറിൻ അമേരിക്കയിൽ പോയി അവിടെയും ചില കുറ്റകൃത്യത്തിലൊക്കെ പെട്ടു. കാരണം പറഞ്ഞറിവാണ്, അല്ലെ അദ്ദേഹം പറഞ്ഞറിയുന്നല്ല, അദ്ദേഹം നമ്മളോടും നമ്മുടെ കൂട്ടുകാർ ഈ അദ്ദേഹത്തിന്റെ സഹപാഠികളോടും എല്ലാം പറഞ്ഞു. അങ്ങനെ അവിടെ ചില കുറ്റകൃത്യത്തിൽ പെട്ടു. അങ്ങനെ അവൾ ജയിലിലായി. അവിടെ നിന്നും കാരണവർ രക്ഷപ്പെടുത്തി. കാരണവരെ ഒഴിയാനൊക്കത്തില്ലല്ലോ, സ്വന്തം മകൻ കെട്ടിയ ഭാര്യ എന്ന നിലയിൽ. അല്ലെങ്കിൽ അവളെ അന്ന് അവിടെ അമേരിക്കയിൽ അദ്ദേഹം ഉപേക്ഷിക്കായിരുന്നു. പക്ഷെ ആ ചെയ്യാതെ സ്വന്തം മകന്റെ ആ ഭാവി ഓർത്ത് അദ്ദേഹം തിരികെ നാട്ടിൽ കൊണ്ടുവന്ന് അദ്ദേഹം കുറച്ച് കാലങ്ങൾ ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ്
അദ്ദേഹത്തിന്റെ ആധാരത്തിൽ തന്നെ നമ്മുടെ വിധിപത്രത്തിൽ ഈ ഷെറിനെ ഉൾപ്പെടുത്തിയ ഒരു ആധാരം രജിസ്റ്റർ ചെയ്തതാണ്. അപ്പൊ ഈ ഷെറിന്റെ വഴിവിട്ട ചില സംഗതികൾ അദ്ദേഹം അറിഞ്ഞു. അപ്പൊ എന്നോടും പലപ്പോഴും പറയും, നിന്നോട് ചില കാര്യങ്ങൾ പറയണമെന്ന് പറയുമെങ്കിലും അദ്ദേഹത്തിന്റെ സുഹൃത്തായ ശ്രീ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ വാസുദേവൻ ചേട്ടനോട് ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹവും പറഞ്ഞു, കാരണം നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അങ്ങനെ വന്ന് ഒത്തിരി ഉള്ളിൽ ആരോടും പിന്നെ പറയാതെ അങ്ങനെ സങ്കടം ഉള്ളിൽ ഒതുക്കി. അങ്ങനെ വന്നപ്പോഴാണ് അദ്ദേഹം ഏതാണ്ട് കുറച്ച് നാളുകൾ പിന്നിട്ടപ്പോൾ ഈ ആധാരം അദ്ദേഹം ഈ ഷെറിനെ ആ പേര് നീക്കം ചെയ്ത്. അല്ലേട്ടാ, ആധാരം നീക്കം ചെയ്ത കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ. അപ്പൊ അങ്ങനെ ആധാരം നീക്കം ചെയ്തു. ആധാരത്തിൽ പേര് മാറ്റി പുതിയ ഒരു ആധാരം അദ്ദേഹം രജിസ്റ്റർ ചെയ്തു. അത് ഞാനിവിടെ സഹിതമാണ് ബാങ്ക് ലോക്കറിൽ നിന്ന് എടുത്തത്. ആല ഫെഡറൽ ബാങ്കിൽ നിന്നായിരുന്നു. അതെല്ലാം മരണശേഷമാണ്. കാരണം നിയമപരമായിട്ട് വക്കീൽ സഹിതമാണ് ഞങ്ങൾ പോയി. അതെല്ലാം മരണം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അതെല്ലാം എടുക്കുന്നത്. അപ്പൊ ഈ കാരണം എന്താന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് തന്നെ തോന്നി അദ്ദേഹത്തിനെ വഹിക്കുമെന്ന്. കാരണം അദ്ദേഹത്തിന് എന്തൊക്കെയോ മനസ്സിത്തു. അപ്പൊ അങ്ങനെയാണ് അങ്ങോട്ട് കുറച്ച് നാളുകൾ പോലും അദ്ദേഹം ഒരു പഴയ ഒരു സന്തോഷ പ്രതീതി അല്ലായിരുന്നു. അങ്ങനെ വന്ന ആദ്യം അദ്ദേഹത്തിനെ കൊല്ലാൻ ഈ കൊലപാതകം നടക്കുന്ന 2 ദിവസം മുമ്പ് ആ പരിസരത്ത് കൊട്ടേഷൻ സംഘം 3 പേരുമായിട്ട് വാഹനത്തിൽ വന്നു. ആ വാഹനം കാരണവരുടെ വീടിന്റെ ഓപ്പോസിറ്റ് ഒരു സാംസ്കാരിക നിലയമാണ്. അവിടെ വന്ന് കാറ് നിർത്തി കുറച്ചു നേരം കിടന്നപ്പോൾ അവിടുത്തെ ചെറുപ്പക്കാരായ കുറച്ച് യുവജനങ്ങൾ, അങ്ങോട്ട് 4-5 പേരുണ്ടായിരുന്നു. അവരവിടുത്തെ നല്ല നാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറുപ്പക്കാരാണ്. അവർക്ക് എന്തോ ഒരു സംശയം തോന്നി, ഇതെന്താ ഇങ്ങനെ വണ്ടി ഇവിടെ വന്ന് കിടക്കുന്നു. അപ്പൊ അങ്ങനെ വന്ന ആദ്യത്തെ പ്ലാൻ പൊളിഞ്ഞു പോയി. അപ്പൊ ഇവർക്കറിയത്തില്ലല്ലോ കൊലപാതകത്തിന് വേണ്ടി വന്നതാണെന്നോ എന്തോ ഷെറിൻ വരുത്തിയതാണോ ഒന്നും ഇവർക്ക് അറിയത്തില്ല. പക്ഷെ ഇവർക്ക് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയായിരുന്നെങ്കിൽ ചിലപ്പം ഈ ഒരു കൊലപാതകം നടക്കത്തില്ലായിരുന്നു. കാരണം അവരും അത് അത്ര ഗവനിച്ചില്ല. കാരണം അവരെ കണ്ടപ്പോൾ ഇവര് വണ്ടിയുമായിട്ട് സ്ഥലം വിട്ടു എന്നാണ് നമുക്കറിയാൻ കഴിയും. അതിനുശേഷമാണ് രണ്ടാമത്തെ 2 ദിവസം കഴിഞ്ഞ് അന്ന് ഈ കാരണവർ മാവേലിക്കരയിൽ പോയി ഏതാണ്ട് 5-8 ബിരിയാണി അവര് ഹോട്ടലുകാർ പറഞ്ഞറിവാണ്. അന്നത്തെ ആ ഹോട്ടലിൽ പോകും, നമുക്ക് വ്യക്തമായിട്ട് പേരൊന്നും ഓർമ്മയില്ല. അങ്ങനെ ബിരിയാണിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിക്കാനായിട്ടും. അപ്പൊ അദ്ദേഹത്തിന് അന്നേരവും ഈ മരുമകളെയും അയനെയും നല്ല അവിടെ നിൽക്കുന്ന വേലക്കാരിയായാലും ഔട്ട് ഹൗസിൽ താമസിക്കുന്ന ഡ്രൈവർക്കായാലും എല്ലാം അവിടെ താമസിക്കുന്നവർക്ക് സുഖമായിരുന്നു. അപ്പൊ അങ്ങനെ കഴിഞ്ഞ് അന്ന് രാത്രി അദ്ദേഹത്തിന് എനിക്ക് തോന്നി ഒരു 6.5 അടി ദേശം മേളിൽ പൊക്കമുള്ള ഒരാളും നല്ല സൈസും ഉണ്ടായിരുന്നു. അത് അന്നത്തെ ഉദ്യോഗസ്ഥർക്കും വന്ന ഇൻവെസ്റ്റ് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്കും ഒക്കെ അറിയാം. പെട്ടെന്ന് ഒരാളെ കീഴടക്കാനൊക്കെ അതൊരു വ്യക്തിയായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് അവിടെ വെള്ളം കുടിക്കാൻ വെച്ചിരുന്ന വെള്ളത്തിൽ പോലും മയങ്ങാനുള്ളത് ചേർത്താണ് ഇദ്ദേഹത്തിന് അത്രയും ക്രൂരമായി. അത് തന്നെയല്ല വലിയ പ്രയാസം, വീടിന് പഠിക്കൽ ആര് വന്നാലും കുരയ്ക്കുന്ന 2 ജർമ്മൻ ഷിപ്പ്യാർഡ് നായി അതിനെ പോലും മയക്കി കിടത്തി. അപ്പൊ പരിസരത്ത് ഒരു കുഞ്ഞുങ്ങൾ അറിയാതിരിക്കാൻ ഇത്ര ക്രൂരകൃത്യം ഷെറിൻ ഗൂഢാലോചന നടത്തിയതിന്റെ വലിയൊരു പിന്നിൽ, അതായത് ദൃശ്യം സിനിമയിൽ ഞാൻ ഓർക്കുകയാണ്, ദൃശ്യ സിനിമയിൽ മോഹൻലാലിന്റെ ദൃശ്യ സിനിമയിൽ പോലും വെല്ലുന്ന ഒരു സംഭവം അന്നും. അതൊക്കെ കഴിഞ്ഞാണ് ദൃശ്യം ഇറങ്ങി. അപ്പോ അത്രയ്ക്ക് ഒരു സിനിമ സംവിധായക ആകാൻ അല്ലെങ്കിൽ സംവിധാനം ചെയ്യാനുള്ള ഒരു കഥാപാത്രത്തിന്റെ ഒരു കരുത്താണ് ഷെറിൻ ചെയ്തതെന്ന് ഇപ്പോൾ ഈ സംഭവത്തിന്റെ ചുരുളഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുക. അപ്പൊ അങ്ങനെ ഒരു കാര്യമേ അതായത് ഈ ഷെറിനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്ന എത്ര വർഷത്തിന് ശേഷമാണെന്ന് ഓർമ്മയുണ്ട്? ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 2001 കല്യാണം. അതിനുശേഷം കല്യാണം കഴിഞ്ഞ എനിക്ക് തോന്നുന്നത് ഒരു 2-3 കൊല്ലത്തിനുള്ളിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് എനിക്ക് കറക്റ്റ് ഡേറ്റ് ഒന്നും ഇപ്പം വ്യക്തമായ ഓർമ്മയില്ല. എന്നാൽ ഒരു 2-3 കൊല്ലത്തിനുള്ളിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ധാരണ. കാരണം എന്താ അറിയാ, കാരണം ഇതെല്ലാം കഴിഞ്ഞ് അവര് കുറച്ച് നാളത്തേക്ക് അമേരിക്കയിലോട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ 2-3 കൊല്ലമാണോ അതിന് ഉള്ളിൽ പോയോന്നോ
ഈ വ്യക്തമായ ഒരു ഒരു ഇതുകൊണ്ട് സംശയമുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ ഈ കതവ് തുറന്ന് വേലക്കാരത്തെയും അവരെല്ലാം ഉണ്ടെങ്കിൽ അവരെ എല്ലാം കബളിപ്പിച്ച്, അല്ലെങ്കിൽ വേലക്കാരത്തേക്ക് അറിവുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അറിയാൻ ഒരു പാവപ്പെട്ട സ്ത്രീയായിരുന്നു, ആ കടമ്പനാടുള്ള സ്ത്രീയായിരുന്നു. പല ജോലിക്കാരികളും നിന്നിട്ടുണ്ട്. ഒരു സ്ത്രീ, ഈ പെരുമ്പാവൂർ എന്ന് പറഞ്ഞ സ്ത്രീക്ക് ഈ ഷെറിനുമായിട്ട് പൊരുത്തപ്പെടാനൊക്കാതെ അവരന്നേ ഒരു പ്രായമുള്ള സ്ത്രീയായിരുന്നു. അവർ കുറച്ച് 6 മാസം ഏതാണ്ട് 1 വർഷത്തിനുള്ളിൽ നിന്നിട്ട് അവരങ്ങ് പോയി. അപ്പൊ അങ്ങനെ കാരണവരുടെ പെരുമാറ്റം, കാരണവരെയും കണ്ടൻ, അപ്പൊ അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഇവര് എല്ലാം ഗൂഢതന്ത്രം, അതായത് പദ്ധതി, ഭയങ്കര പദ്ധതിയായിരുന്നു. അങ്ങനെ തയ്യാറാക്കി മുറിക്കുള്ളിൽ കടത്തി ഇവര് കൊലപാതകം ചെയ്തിട്ട് പോയി. എന്നിട്ടോ ഈ ഷെറിൻ ആ വീട്ടില് വളരെ ഇതൊരു നാടകം ഒക്കെ അഭിനയിക്കുന്ന പക്ഷേ ഒന്നും അറിയാത്ത പോലാണ് ആ പെരുമാറ്റം. രാവിലെ നേരം വെളുത്തപ്പോ അറിഞ്ഞു നാട്ടുകാരും പഞ്ചായത്ത് പ്രസിഡന്റും ഞങ്ങളെല്ലാവരും ചെല്ലുമ്പോഴും ഒരു 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 ചലനമില്ലാത്ത രീതിയിൽ. അപ്പോഴും അന്ന് ഉദ്യോഗസ്ഥർ, അന്ന് ശ്രീ VS അച്യുതാനന്ദൻ അവരുകളാണ് മുഖ്യമന്ത്രി. അദ്ദേഹം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഉറ്റ സുഹൃത്താണ്. അദ്ദേഹം ഉടനെ തന്നെ അച്യുതാനന്ദ സഹാവിനെ ബന്ധപ്പെട്ടു. അദ്ദേഹവും ഉടനെ തന്നെ IG വിൻസെന്റ് പോൾ ഉടനെ 11 മണിക്ക് 11:30-ക്കുള്ളിൽ IG സ്ഥലത്തെത്തുന്നു. പോലീസ് പിന്നാക്കം വരുന്നു. കാര്യങ്ങളെല്ലാം നീക്കുപോകുന്നു. കോട്ടയം ഞങ്ങളെ ഇൻവെസ്റ്റ് തയ്യാറാക്കി കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു. പക്ഷേ ഈ കേസിന് ഏറ്റവും കൂടുതൽ സത്യസന്ധമായി പ്രവർത്തിച്ച, ഒരു പഴുതും പുറത്തു പോവാതെ അന്വേഷിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് ശ്രീ ജ്യോതികുമാർ സാർ. അദ്ദേഹത്തെ ഒരിക്കലും ഞങ്ങളുടെ കുടുംബം മറക്കത്തില്ല. അദ്ദേഹത്തിന് CBI പിന്നെ പോവായിരുന്നു. അദ്ദേഹം നല്ലൊരു, അതുപോലെ DYSP, പുള്ളി മരിച്ചുപോയി, രവീന്ദ്ര പ്രസാദ്. അപ്പൊ അങ്ങനെ VGS അച്യുതാനന്ദ സർക്കാർ ചെയ്ത ഉപകാരം മറക്കത്തില്ല. അപ്പൊ ഈ പെടുന്നനെ ഈ സർക്കാർ ഇപ്പം പറയുന്നു ചാനലുകളിൽ കൂടെ നമുക്ക് അറിയാൻ കഴിയും, ദ്രുതഗതിയിൽ പെടുന്നനെ ഒരു മന്ത്രിസഭയിൽ ഒരു മന്ത്രിയുടെ പ്രയത്നം കൊണ്ടാണ് ഈ ഷെറിനെ ഇപ്പോൾ തിടുക്കത്തിൽ മോചിതയാക്കും. ഞാൻ പറയുന്ന ഒരു കാര്യം, ഞാൻ പറയുന്നു, മാവേലിക്കര സെഷൻസ് കോടതിയിലെ അഡ്വക്കേറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ രാജഗോപാലൻ സാറായിരുന്നു അന്നത്തെ പ്രോസിക്യൂട്ടറും, ജൂനിയർ സുനിൽ മഹേശ്വരൻ പിള്ളയുമായി. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് പറയണേ, ഞങ്ങൾക്ക് അന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം നല്ല രീതിയിൽ ഈ കേസിന്റെ ഫാസ്റ്റ് ട്രാക്ക് കോടതി, അന്നത്തെ ജഡ്ജി N അനിൽകുമാറായിരുന്നു. അപ്പൊ ഈ കോടതി വളരെ ചിന്തിച്ച്, വളരെ കാര്യപ്രവൃത്തിയായിട്ട് ചിന്തിച്ചു ഇതിന് കൂട്ടുപ്രതികളെ ഒന്നിച്ച് ഒരേ കൂട്ടിൽ ശിക്ഷിച്ച പ്രതികളെ ശിക്ഷ നടപ്പാക്കിയപ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമം സ്ത്രീ എന്നും പുരുഷനെന്നും പറഞ്ഞ് പ്രത്യേക ഒരു പരിഗണന ഇല്ലെന്നാണ് എന്റെ ഈ 53 വയസ്സിനുള്ളിൽ സുപ്രീം കോടതിയുടെ നിയമം അനുസരിച്ച് അങ്ങനെ ഒരു പരിഗണന ഇല്ലെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ഞാൻ നിയമവിദഗ്ധനൊന്നും അല്ലെങ്കിൽ പോയി. അപ്പം അതിനെ വ്യതിചലനം ചെലുത്തി 3 പേരകത്തും കിടന്ന് ഷെറിനെ ശ്രീ ഒരു മാനസാന്തരപ്പെട്ടു. നല്ല സ്വഭാവം. ജയിലിൽ 3 ജയില് മാറി. ഈ 3 ജയിൽ, ഒരു ജയിലിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് അടുത്ത ജയിലിൽ വിടും. അങ്ങനെ 3 തിരുവനന്തപുരം, ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങൾ ആയതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. അല്ലേട്ടൻ പല ചാനലുകളിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇപ്പോ എനിക്ക് തോന്നുന്നു അല്ലേട്ടിൽ നിന്ന് കേൾക്കാൻ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഈ അമേരിക്കയിൽ വെച്ച് ഉണ്ടായ ഈ സംഭവമാണ്. അമേരിക്കയിൽ ഷെറിന് ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നുള്ളത് വ്യാപകമായി ആ സമയത്തോ ഈ സമയത്തോ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമല്ല. അല്ലേട്ടൻ എങ്ങനെയാണ് ആ ഒരു വിവരത്തിലേക്ക് എത്തുന്നത്? അല്ലേട്ടനോട് ഭാസ്കരക്കാരനോട് തന്നെ പറഞ്ഞതാണോ, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞ ഇവളവിടും പ്രശ്നം ഉണ്ടാക്കിയടാ, ഞാന് എന്തോ ചെയ്യാനാ, എങ്ങനെ അവളെ നമ്മളൊക്കെ കൊണ്ട് അവിടുത്തെ പുള്ളി നിരുപാധികം തള്ളണമെന്നില്ല, അങ്ങനെ പുള്ളി അവിടെ സഹായിച്ചു എന്ന് ഉറപ്പായിട്ടും എന്നോട് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി. സംഭവം അവിടെ എന്തോ നമുക്ക് എന്തോ ചെറിയ കുറ്റകൃത്യം അവിടും നടത്തിയിട്ടുണ്ട്. വേറെ നല്ല പൈസ വല്ലതും അമേരിക്കയിലൊക്കെ ചില പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടായി ഉടനെ ജയിലിൽ അടയ്ക്കുമല്ലോ. അപ്പൊ എന്തോ ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി രക്ഷിച്ചു. അതെ, അത് തന്നെ അങ്ങനെ അങ്ങനെ നമ്മളോട് അങ്ങനെ അവിടെ പ്രശ്നം ഉണ്ടാക്കി എന്നും അതിനുശേഷവും പിന്നെ നാട്ടിൽ വന്നു. പിന്നെ ഈ ഷെറിൻ പിന്നെ അമേരിക്കയിലിട്ട് പിന്നെ പോയതായിട്ട് എനിക്ക് എന്റെ അറിവ് പിന്നെ പോയിട്ടില്ലെന്നാണ് എന്റെ അറിവ്. പോയിട്ടില്ലെന്നാണ്.
അങ്ങനെയാണ് അതിലെ ഒരു കാര്യം ഞാൻ കേട്ടിട്ടുള്ളത്, അത് വാർത്തകളാണോ അത് ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല. അതായത് ഈ ബിനു പീറ്ററിന്റെ കുഞ്ഞാണോ എന്നറിയാൻ വേണ്ടി ഒരു DNA പരിശോധനയൊക്കെ നടത്തിയതായിട്ടൊരു കാര്യം കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ? അതിനെപ്പറ്റി എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ? ഞാൻ ഇതുവരെ ഇപ്പൊ സാറ് ചോദിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇപ്പൊ അങ്ങ് എന്നോട് ചോദിച്ചപ്പോഴാണ് ഇപ്പൊ ഇത് അറിയുന്നത്. അതുവരെ ഈ നാളെ ഇതുവരെ ഞാൻ ഈ സംഭവം അറിഞ്ഞിട്ടില്ല. കാരണം ഒരു മകളുണ്ടായി, ആ കുഞ്ഞിന് 4 വയസ്സ് 3.5 വയസ്സോ 4 വയസ്സോ ഉള്ളപ്പോഴാണ് അത് ഞാൻ ഇപ്പം കേൾക്കുക. ഇതുവരെ ഉള്ള കാര്യം പറയാം, ഞാൻ ഉള്ളതേ തുറന്നു പറയുന്നുള്ളൂ, എനിക്ക് കള്ളത്തരം പറയത്തില്ല. അത് എനിക്ക് ഇപ്പം കേൾക്കുന്ന ഒരു വാർത്തയാണ്. ശരി. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോ ഒരു സെക്കൻഡ്, ചെറിയൊരു ടെക്നിക്കൽ പ്രശ്നമാണ്. പറഞ്ഞോ. വിൽപത്രം മാറ്റി എഴുതുന്നു. അനിലേട്ടൻ ഈ സംഭവം ശരിക്കും എപ്പോഴാണ് അറിയുന്നത്? അനിലേട്ടന് ഇതില് സംശയങ്ങൾ ഉണ്ടായിരുന്നോ? ഏതെങ്കിലും തരത്തിൽ ആദ്യം തന്നെ സംശയങ്ങൾ ഉണ്ടായിരുന്നോ? അതുപോലെ നാട്ടുകാർക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നോ? ഏത് സമയത്താണ് ഇവരെ ഈ സംശയം ഉണ്ടാകുന്നത് ഇവരിലേക്ക്? അല്ലെ, ഈ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് വീട്ടുകാർ ചെറുതായിട്ട് അറിയും. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇത് അവിടെ പല പ്രശ്നങ്ങളും പുള്ളിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങളോടൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷെ പുള്ളി മൊത്തം ഒന്നും തുറന്നു പറയാറില്ലായിരുന്നു. പുള്ളി അത് എന്താന്ന് ചോദിച്ചാൽ പുള്ളി അഭിമാനം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. കാരണം മറ്റുള്ളവരുടെ മുമ്പിലല്ല, ഒരു സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ഒരു വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടാകും, പുറത്തറിയുമ്പോൾ അത് വലിയൊരു വാർത്തയായി മാറും. അപ്പൊ അതൊക്കെ ഉള്ളിൽ ഒതുക്കി അദ്ദേഹം അതൊക്കെ കഴിഞ്ഞു. കുറെ നമുക്കറിയാം, ഞങ്ങൾക്ക് ഉറപ്പായിട്ടത് ഞാൻ ഉള്ള കാര്യം തുറന്നു പറയണമെങ്കിൽ ബിനുവിനെ ഇവള് കൊല്ലുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതായത് ഞങ്ങളുടെ വീട്ടുകാരും കുറെ പേര് അത് ബിനുവിനെ കൊല്ലുമെന്ന് പൂർണ്ണമായിട്ട് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ കാരണവരെ ഇവള് കൊല്ലുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. കാരണം അതെന്താന്ന് ചോദിച്ചാൽ നമുക്ക് പണവും സമ്പത്തും വേണമെങ്കിൽ കാരണവർ വേണം. അപ്പൊ ആ ഒരു ചിന്താഗതിയിലാണ് നമ്മളെ ചിന്തിച്ചത്. പക്ഷെ ഞാൻ ബിനുവിനെ ഇവള് മിക്കവാറും വകവരുത്തുമെന്ന് എന്റെ കാഴ്ചപ്പാടി. ഞാൻ പല ദിവസവും മിക്കവാറും ഈ കാരണവർക്ക് ഒരു രുദ്രാക്ഷമാല ഉണ്ടായിരുന്നു. അപ്പം ഞാനും ചിലപ്പം പെടേണ്ടതാണ്, എന്നെ ഈശ്വരൻ രക്ഷിച്ചതാ. ഈ മരിക്കുന്നതിനും ഒരാഴ്ച മുമ്പ് ഞാൻ സ്വർണ്ണക്കടയിൽ, എന്റെ കസിന്റെ സ്വർണ്ണക്കടയിൽ ജോലിയായിരുന്നു. അപ്പൊ ഈ രുദ്രാക്ഷമാലയ്ക്ക് ശാല ഇറക്കം ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞിടാ, എന്റെ ഈ മാലയൊന്നൊരു 1.5 പിടിയിൽ ഒന്ന് കുറച്ച് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ പോയി കൊണ്ടുവന്ന് രാത്രിയിൽ 8 മണിക്കാണ് ഞാൻ കൊണ്ടു കൊടുക്കുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ 2 ദിവസത്തിന് മുമ്പായത് കാര്യമായി. ഞാൻ അല്ലെങ്കിൽ ചിലപ്പോ ഞാനും ചിലപ്പോ എന്നെ കൂടെ ഉൾപ്പെടുത്തി കേസിൽ പെടുത്താമായിരുന്നു. അപ്പൊ എന്നെ ദൈവം രക്ഷിച്ചെന്നാണ് ഞാൻ ഇപ്പോഴും ഈശ്വരൻ വിശ്വസിക്കുന്നോണ്ട് പറയുന്നത്. കാരണം അപ്പൊ ഞാൻ അത് കൊണ്ടു കൊടുത്തു. അതിന്റെ 2, 4 നാലാമത്തെ ദിവസം അല്ലെ 5-ാമത്തെ ദിവസം ഈ കൊലപാതകമാണ്. അപ്പം പുള്ളിക്കും ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. കാരണം പുള്ളി ആരോടും കൂടെ തുറന്നു പറഞ്ഞില്ല. പക്ഷെ ഇല്ലെങ്കിൽ തുറന്നു പറഞ്ഞാൽ ബിനു പീറ്ററിനെ കുറിച്ച് ഞാൻ 2 സംശയങ്ങളാണ്. ഒന്ന്, ഭാസ്കരക്കാരണവർ ഭാര്യ ശാന്ത അല്ലെങ്കിൽ ശാന്തമ്മ, അവരുടെ സഹോദരിയുടെ പേര്, കാരണവരുടെ സഹോദരിയുടെ പേര് രാധാമണി. പക്ഷെ മക്കളുടെ പേര് വന്നപ്പോ അത് ബിനു പീറ്റർ കാരണവർ, ബെറ്റ്സി പീറ്റർ കാരണവർ, ബിജു പീറ്റർ കാരണവർ. മതം മാറിയിരുന്നോ കാരണവർ? അങ്ങനെയാണോ? കാരണവര് ഞങ്ങളെ കാരണവര് മതം മാറിയിട്ടില്ല. പക്ഷെ കാരണവര് വിവാഹ ജീവിതത്തിൽ ശാന്ത എന്ന് പറഞ്ഞ എന്റെ അമ്മാവിയോടും അവരുടെ കുടുംബത്തോടും നല്ല സൗഹൃദം പുലർത്തിയ ഒരു വ്യക്തി. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചാണെങ്കിൽ നീ നിന്റെ മതത്തുമായിട്ട് വിശ്വസിച്ച് പള്ളിയിൽ പോകും, മറ്റു കാര്യം എനിക്കും എതിരില്ല. അദ്ദേഹവും അങ്ങനെ മതവുമായിട്ട് ബന്ധപ്പെട്ട് പണ്ടുപോലെ പുള്ളി പോയി അല്ലെങ്കിൽ സാധാരണ ഉള്ള അമ്പലങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും അദ്ദേഹം പങ്കെടുക്കാറില്ല. എന്നാൽ എല്ലാ കുടുംബപരമായ കാര്യങ്ങളിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനായിട്ട് അദ്ദേഹം നിർവഹിക്കും. പക്ഷെ മക്കളുടെ പേര് എന്തുകൊണ്ടാണ് കാരണവരെന്ന് വെച്ചാൽ പുള്ളിക്ക് നിഷ്പക്ഷമായി 2 പേരും 2 മതത്തിലാണ്. ഇത് നല്ല സന്തോഷത്തോട് ജീവിക്കണം എന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. അതിനകത്ത് ഒരു വേറുകൃത്യമില്ലായിരുന്നു. അപ്പൊ പുള്ളിക്കാരത്തി പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചു, മക്കള് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചു. മക്കൾക്ക് ഇപ്പം ഹിന്ദു മതത്തിലോട്ട് വന്ന് അമ്പലത്തിൽ പോകണമെന്ന് പുള്ളി നിർബന്ധിക്കാറില്ലായിരുന്നു. അവരുടെ മതം ഞാൻ അവര് പ്രാർത്ഥിച്ചോണ്ട്. അല്ലെ, ശാന്താക്കാരനൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരെയും ഒരു സ്നേഹമായിരുന്നു. പക്ഷെ അല്ലാതെ അവർ ഉള്ള കാര്യം പറയാം, ആ അമ്പലത്തിൽ പോകുന്നില്ലായിരുന്നു. ഉള്ള കാര്യം പറയാം. പുള്ളിക്കാരത്തി നാട്ടിൽ വന്ന് ഒരു പള്ളിയിലോ മൊത്തം അങ്ങനെ യാത്രകളും കുറവാണ്. നമ്മുടെ വീടില്ലായിരുന്നു.
മറ്റേ അങ്ങനെയുള്ള അമേരിക്കയിൽ ഇനിയും പ്രാർത്ഥിക്കാൻ പോകുന്നു നമ്മൾ കണ്ടിട്ടില്ല. നാട്ടിൽ അങ്ങനെ അതെ, ഒരു പള്ളിയിൽ പോകുന്നു ഇതില്ല, അങ്ങനൊന്നും വിചാരിച്ചു. മനസ്സിലായി. അങ്ങനെ ഒരു ജീവിതം നയിച്ച ആളായിരുന്നു ഭാസ്കരക്കാരൻ. അവർ കുറച്ച് അതെ അതെ ആ പുരോഗമനവാദിയായിരുന്നു. ആ ആ അതേസമയം ഈ ഇളയ മകനായ ബിനു പീറ്ററിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകളാണല്ലോ നമ്മൾ വായിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ബിനു പീറ്ററിന് എന്തോ ശാരീരികമായ വെല്ലുവിളികൾ നേരിട്ടിരുന്നു എന്നോ എന്ന് ചില വാർത്തകൾ, മാനസിക വെല്ലുവിളികൾ എന്ന് മറ്റു ചില വാർത്തകൾ. എന്തായിരുന്നു അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ബിനുവിനുണ്ടായിരുന്നു? എന്തായിരുന്നു ബിനുവിന്റെ ഒരു അങ്ങനെ അല്ല, അങ്ങനെ ഒരു കാര്യം പറയാം. നമ്മള് അദ്ദേഹം ഈ കുഞ്ഞിന് എന്തോ പ്രസവ സംബന്ധമായ എന്തോ ചെറിയ എന്താ എനിക്കത് പോളിയാണെന്നില്ല. അല്ലാതെ ഈ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. നമ്മൾ ഇപ്പൊ അമേരിക്കയിൽ ജനിച്ചു വളർന്ന് അമേരിക്കയിലെ ജീവിത രീതിയും അവിടെ നടന്ന സ്റ്റഡി പഠിത്തവും എല്ലാം കഴിഞ്ഞ് ഇവിടെ നാട്ടിൽ വരുമ്പോൾ ഇപ്പൊ നമുക്ക് തിരുവനന്തപുരത്തൊന്ന് പോകണം, അല്ലെങ്കിൽ കൊച്ചി പോകണം. ഒരു അമേരിക്കയിൽ വന്ന ഒരു വ്യക്തിക്ക് കൊച്ചു പിള്ളേർക്ക് ഇപ്പൊ തിരുവനന്തപുരം എവിടെ, കൊച്ചി എവിടെ, മാവേലിക്കര എവിടെ, ചെങ്ങന്നൂർ എവിടെ എന്നുള്ള ആ മൗത്ത് മക്കൾക്കും അതേ അവസ്ഥയാണ്. അവിടാണ് ജനിച്ചു വളർന്നത്. അപ്പൊ പ്രായം അല്ലാതെ ഒരു എന്താ രോഗി, മാറാ രോഗിയോ, നടക്കുന്നതിന് ബുദ്ധിമുട്ടോ, കാലിന് ബുദ്ധിമുട്ടോ, കണ്ണിന് കാഴ്ചക്കുറവോ മറ്റൊന്നുമില്ലായിരുന്നു. പിന്നെ നേരെ എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. അത് പ്രസവത്തിൽ കൂടെയോ അല്ല എന്തോ ഉണ്ടായിരുന്നു, അത് മാറി. അങ്ങനെ വന്നു. ഞാൻ ചോദിക്കുന്നു, ഇപ്പൊ അദ്ദേഹം ചോദിച്ചോണ്ട് പറയാ, വിവാഹ സമയത്ത് ആലോചനയ്ക്ക് ചെല്ലുമ്പോ ഈ പയ്യനെ കണ്ടിട്ടല്ലേ വിവാഹം ഉറപ്പിക്കുന്നത്. ഒരു പെൺകുട്ടി, ഈ പറയുന്ന ഷെറിനെ സാമാന്യം ഒരു കൊച്ചുകുട്ടിയോ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നതോ LKG പഠിക്കുന്ന കുട്ടിയല്ല. അന്ന് വിവാഹം കഴിക്കുമ്പോ ഈ ഷെറിനോ ഷെറിന്റെ അമ്മയോ അച്ഛനോ ബന്ധുക്കളോ കണ്ടിട്ടല്ലേ വിവാഹം ഉറപ്പിക്കുന്നത്, അല്ലെങ്കിൽ അന്നത്തെ അവരുടെ സഭയുടെ ആൾക്കാർ കണ്ടിട്ടല്ലേ. അപ്പൊ അത്ര മോശമായ ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയെ കണ്ടിട്ട് അന്ന് അംഗവൈകല്യം. ചിലര് പണ്ട് പറയാറുണ്ട്, പണ്ട് പെണ്ണ് ഇറങ്ങി വാ, ചായ കൊണ്ടുവാ, ചായ കൊടുക്കുമ്പോ ചെറുക്കൻ നോക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറയുന്ന കേട്ടിട്ടുള്ളതാ. അപ്പൊ എന്താ, ഒരു പെണ്ണ് നടന്നു വരുമ്പോ മുട്ട് ഒടിഞ്ഞതാണോ അല്ലെങ്കിൽ കൈ തളർന്നതാണോ എന്നൊക്കെ പറയുന്നവരെ ഇത് വളരെ ചിന്തിച്ച് എല്ലാവരും കൂടെ കൂട്ടുകുടുംബവും കൂടി ഇന്ന് ആലോചിച്ച് വിവാഹം കഴിച്ചതല്ലേ. കഴിച്ച് പിന്നെ പറയുന്നു അതങ്ങനെ കുഴപ്പം, അല്ലെങ്കിൽ ഇങ്ങനെ കുഴപ്പം. ഇന്നും ആ കുഞ്ഞ് അമേരിക്കയിൽ അവരുടെ സഹോദരങ്ങളോടെ ജീവിക്കുന്നതായിട്ടാണ്. അപ്പൊ മറ്റു നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അല്ലാതെ ഒരു കട്ടിലെ കിടപ്പ് രോഗിയല്ലായിരുന്നു. അതെ, ഈ വാർത്ത അറിഞ്ഞ ശേഷം അമേരിക്കയിൽ നിന്ന് മക്കൾ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നു? അതായത് തങ്ങളുടെ അച്ഛനെ കൊലപ്പെടുത്തിയ ഷെറിനെ. ഇപ്പൊ ഈ വാർത്ത അറിഞ്ഞതിന് ശേഷം ആരും ബന്ധപ്പെട്ടിട്ടില്ല. കാരണം ഈ അടുത്ത കാലത്ത് ഇവരുമായിട്ടൊന്നും, നമ്മൾ ഈ വിധി കഴിഞ്ഞതിന് ശേഷം അന്ന് അത് കഴിഞ്ഞ് ഇവര് പോകുന്നു, ഇവരുടെ മക്കളെല്ലാം അന്ന് അടക്കം കഴിഞ്ഞ് പോകുന്നു. പിന്നെ നമ്മളുമായിട്ട്, എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാനുമായിട്ട് കോണ്ടാക്ട് ഇല്ല, നമ്മളുമായിട്ട് ബന്ധമായി ഫോൺ നമ്പരൊന്നുമില്ല. അവരവരുടേതായിട്ടുള്ള ജീവിത രീതി കഴിച്ചു പോകുന്നു. പിന്നെ ഇപ്പോൾ അവരെ ശ്രമിക്കാനോ എങ്ങനെയും പഴുത്. കാരണം ഇപ്പം എങ്ങനെ വന്നാലും ഒരു ഫോൺ നമ്പർ കിട്ടണമെങ്കിൽ തന്നെ ബിജു എന്ന് പറയുന്ന മൂത്ത മകന്റെ അമ്മായിച്ചനുമായിട്ട് ബന്ധപ്പെട്ടാലേ കിട്ടാൻ സാധ്യതയുള്ളൂ. അദ്ദേഹമാണ് ഇപ്പം കാരണവുമില്ല കുറച്ച് വർഷങ്ങളോളം അടഞ്ഞു കിടന്നു. ആ വീട് ഇപ്പം വാടകയ്ക്ക് അവരുടെ പാസ്റ്റർമാർക്ക് ഇപ്പം കുറച്ച് നാളുകൾ കൊണ്ട് വാടകയ്ക്ക് കൊടുക്കുന്നതും കാര്യങ്ങൾ ഞങ്ങള് കാരണവരുടെ സഹോദരിയോ അല്ല കാരണവർ സഹോദരി ഞങ്ങളുടെ കുടുംബമായിട്ട് ഇപ്പോൾ ഒരു ബന്ധപ്പെട്ട ഒരു കാര്യവും നടക്കുന്നില്ല. അത് ഞങ്ങള് ഇതുമായിട്ട് ബന്ധപ്പെടാത്തെന്ന് പറയാം. നമുക്ക് മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ കാര്യമില്ല. ഞങ്ങൾക്ക് പോയി ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളിനെ അനാഥമാക്കി പുള്ളി പോയതിനു ശേഷം ഞങ്ങൾക്ക് ആ വീടുമായിട്ട് കയറണമെന്നോ അല്ലെ ആ വീട്ടിലുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് ഒരു ഇടപെടൽ നടത്തണമെന്നുള്ള ജീവിത രീതിയൊന്നും ഞങ്ങൾക്കില്ല. ഒരു ഇതാണ് ഞങ്ങൾക്ക്. കാരണം പോയത് പോയി. ഇത് ഞങ്ങൾ അവിടെ ചെന്നു. ഈ വീടിനടുത്ത് തന്നെയാണോ താമസിക്കുന്നത്? അനിലേട്ടൻ ഈ കാരണവോസ് വില്ലയുടെ അടുത്ത് തന്നെയാണോ താമസിക്കുന്നത്? ഞാൻ 500 മീറ്റർ മാത്രം മാറിയാണ്. 5 കിലോമീറ്റർ മാത്രം ദൂരെയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ അവിടെ ബിനു പീറ്റർ ഉണ്ടായിരുന്നു, പിന്നീട് 2007 കാരണവർ മടങ്ങി വരുന്നു, കാരണവരുണ്ടായിരുന്നു. അതിനുശേഷമുള്ള ഈ 2 വർഷങ്ങളിൽ പോലും ഈ ഷെറിന് വഴിവിട്ട ജീവിതം നയിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതും ചില ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റും. എങ്കിൽ പോലും ഇത് നമുക്ക് സമൂഹത്തിൽ ഒക്കെ പാട്ടാവില്ലേ? ഇപ്പൊ ചില വാർത്തകളിൽ പലതും ഏരിയും പുളിയും ഒക്കെ കലർന്നതോ അല്ലെങ്കിൽ അതിശയോക്തി കലർന്നതോ ഒക്കെ ആയിരിക്കും. നിരന്തരമായി സന്ദർശകർ വരുന്നു, രാത്രി വൈകുവോളം മദ്യസൽക്കാരം നടക്കുന്നു, സീരിയൽ നടന്മാരുമായി പലയിടങ്ങളിലേക്ക് കറങ്ങാൻ പോകുന്ന ഷെറിൻ. അപ്പൊ ഇതൊക്കെ ഈ നാട്ടുകാരും ഒക്കെ അറിയുന്നില്ലേ? ഒരു കാര്യമുണ്ട്. ഇല്ല, അത് വേറെ കാര്യം പറയാം. ഇദ്ദേഹം അമേരിക്കയിൽ ഇടക്കാലത്ത് പോയി. ഷെറിന് അവിടെ തന്നെയായിരുന്നു ജീവിതം. ഷെറിന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു, ആ കുടുംബം. നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഈ വീടും
ഈ വീട്ടിലെ ചുറ്റുപാടും മറ്റുള്ളവർ അന്വേഷിക്കാറില്ല. ഒരു കാറ് വരുന്നു, കാറ് കയറി അകത്തോട്ട് പോന്നു, ഗേറ്റ് പൂട്ടുന്നു. അപ്പൊ ഞങ്ങൾ വീട്ടുകാർ പോലും അത്യാവശ്യത്തിന് കാരണവര് വിളിക്കും, എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ പറയും എല്ലാരും കൂടെ ഒന്ന് വരണം. അന്നേരം ഞങ്ങൾ ഒന്ന് ചെല്ലും. അല്ലെങ്കിൽ ഞങ്ങൾ ഒന്ന് ചെന്നു 10 മിനിറ്റ് അവിടെ ഇരിക്കും. കാരണവര് പറയും ഒരു ചായ എടുത്തോണ്ട് കൊടുക്കും, അല്ലെങ്കിൽ പുള്ളിയല്ല, അല്ലെങ്കിൽ അവരോട് പറയും, സർവന്റിനോട് പറയും. അപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെ പിന്നെ എന്തെങ്കിലും കാര്യമായ കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് കൂടും, ഞങ്ങൾ ഇനി പോരും. അതേ നാട്ടുകാരെ സംബന്ധിച്ച് തൊട്ട അയൽവക്കം മൊത്തം ഈ വീട് നിറമ്പ് വരെ വീടുകളുണ്ട്. അപ്പൊ അവരാരും അറിയാത്ത എന്താന്ന് ചോദിച്ചാൽ ഈ സമ്പന്ന കുടുംബമല്ലേ, മറ്റുള്ളവർ തിരക്കുന്ന എന്തിനാ. അപ്പൊ അതുകൊണ്ട് അവരാരും ഈ കാര്യം പിന്നെ അവിടെ ഇഷ്ടത്തിന് പോകുന്നു വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ. അപ്പൊ കാരണമൊക്കെ അതൊക്കെ തന്നെ പുള്ളി അറിഞ്ഞു. അപ്പൊ അങ്ങനെ പറയുമ്പോ പോവാ, രാത്രി കയറി വരിക. പിന്നെ അപ്പം ചില കാരണം ഒരു വിലക്കിയിട്ടുണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഈ പോക്ക് ശരിയല്ല, നീ ഇങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും വകവെക്കാത്ത അവസ്ഥ ലാസ്റ്റിലേക്ക് നീങ്ങുമ്പോഴാണ് കാരണവരെ സ്വയം ചിന്തിച്ചു, ഇത് ഒരു ശരിയായ നടപടിയല്ല. അങ്ങനാണ് ഈ ആധാരം റദ്ദാക്കുന്നത്. അങ്ങനാണ് എന്നോടും അദ്ദേഹം സൂചിപ്പിച്ചു. ഈ എന്നെ മിക്കവാറും വകവരുത്തും എന്നൊരു രീതി പുള്ളിക്ക് തോന്നി. പക്ഷെ ഞങ്ങൾ വിചാരിച്ചത് പുള്ളിയെ, കാരണം പൊന്മുട്ടയിടുന്ന താറാവാണ്, അപ്പൊ പുള്ളിയെ ചെയ്യത്തില്ല, ചിലപ്പോ മകനെ ചെയ്യും എന്നാണ് ഞാനുള്ള കാര്യം പറയാൻ ഞാൻ കരുതിയാണ്. ഞാൻ തന്നെയല്ല, ചിലപ്പോൾ എന്റെ അവിടുത്തെ നാട്ടുകാരും ചിലപ്പം ഞങ്ങളുടെ വീട്ടുകാരും ഒക്കെ കരുതിയിട്ടുണ്ട്. പുള്ളിയെ പെടുന്നതിനെ ഇങ്ങനെ കൊല്ലുമെന്ന്. കാരണം ഒരു പച്ചയ്ക്ക് ഒരു മനുഷ്യനെ കൊല്ലാൻ ഇത്രയും കടും കൈ അവള് ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും, ഇപ്പോഴും നമ്മുടെ മനസ്സിലാണ് പ്രയാസം. പിന്നെ അവള് ഇപ്പൊ കുമ്പസ്ഥിരിക്കുന്നു, മാനസാന്തരപ്പെട്ടു, ഞാൻ ജയിലിൽ നല്ലവളായി, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവക്ക് ഒരു കുഞ്ഞുണ്ട്, എനിക്ക് അങ്ങനെ വേണം, എനിക്ക് അമ്മയുണ്ട്, അച്ഛൻ മരിച്ചു പോയെന്നാണ് എന്റെ അറിവ്. ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഇവള് ചിന്തിച്ചില്ല? ഈ കൊച്ചു 3.5 വയസ്സ് 4 വയസ്സ് കൊച്ചിനെ അവളൊന്ന് ഒരു മനസ്സുകൊണ്ട് അന്ന് ചിന്തിച്ചായിരുന്നെങ്കിൽ കാരണം എന്താന്ന് കഴിഞ്ഞാൽ അത്രയ്ക്ക് സ്നേഹിച്ച ഒരു വ്യക്തിയെ പച്ചയ്ക്ക് കൊല്ലുമ്പോൾ സ്വന്തം വയറ്റിൽ പിറന്ന കുഞ്ഞിനെ പോലും അവള് ചിന്തിച്ചില്ല. അറിയാവോ? അപ്പൊ അതിപ്പം പറയുന്നത് ഞാൻ എല്ലാം ശരിയാ, ഞാൻ എല്ലാം നല്ലതാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അപ്പൊ കേരളത്തിലെ സംബന്ധിച്ച് അങ്ങയോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ സ്ത്രീകൾ കുറ്റകൃത്യത്തിൽ വർദ്ധിക്കുകയാണ്. ഇവിടുത്തെ ശിക്ഷ ശരിയല്ല. ഇപ്പോൾ നിമിഷപ്രിയ യമനില് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ്, എനിക്ക് ഏറ്റവും അടുപ്പമുള്ള, ഞാൻ സാറുമായിട്ടൊക്കെ നല്ലൊരു സംസാരിച്ചിട്ടുള്ള ആ വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹമൊക്കെ ഇടപെട്ടിട്ടും നിമിഷപ്രിയ എന്താ കാര്യം, രാജ്യത്ത് കുറ്റം ചെയ്യുന്നവരെ അവിടുത്തെ നിയമം അനുസരിച്ചാണ് ശിക്ഷിക്കപ്പെടുന്നത്. ഇവിടെ കേരളത്തിലെ സംബന്ധിച്ചുവാണെങ്കിൽ ഇപ്പൊ എറണാകുളത്ത് ഇന്നലെ നടന്നു, നെന്മാറയിൽ നടന്നു, ഇങ്ങനെ പല സംഭവങ്ങളും നടക്കുന്നു. എന്താ കാര്യം? ഇവിടെ ചെയ്യുന്ന കുറ്റത്തിന് ശിക്ഷയില്ല. ഇങ്ങനെ പോയാൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ ജനിക്കുന്നതിന് മുമ്പും അങ്ങ് ജനിക്കുന്നതിന് മുമ്പോ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, കേരളം ഒരു ഭ്രാന്താലയമാവും. ഇപ്പൊ കേരളം ഒരു ഭ്രാന്താലയമായി മാറുമോ? അന്നലെ തന്നെ വളരെ സത്യമാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മണിക്കൂറുകളിൽ കേരളം ചർച്ച ചെയ്യുന്ന വലിയ വാർത്ത, ഒരു 2 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ അതായത് അമ്മയുടെ ആങ്ങള കണക്കിലെടുത്തിട്ട് കൊണ്ടുള്ള വാർത്തയാണ്. ഈ മനസ്സ് മരവിച്ചു പോകുന്ന ഒരു അവസ്ഥയിലാണ് വാർത്ത. ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ഇവിടെ കേരളത്തിൽ ഇനി ദുരന്തങ്ങൾ ഉണ്ടാവും. ഇതിന് മാറ്റണം, നിയമവാഴ്ച. ഇന്നലെ ആ സുപ്രീം കോടതി അഭിഭാഷകൻ, ഞാൻ ഇന്നലെ ചർച്ചയിലുണ്ടായിരുന്നു, ദേശീയ ജസ്റ്റിസ്, അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം ഇവിടെ നിയമത്തിന് മാറ്റം വരുത്തണം. അല്ലാതെ പോയവര് പോയി. ഇപ്പൊ അതുപോലെ തന്നെ ഇത്രയും പരോള് കൊടുക്കാൻ ഇതാരാണ്? ഒരു ശാസ്ത്രജ്ഞയാണോ? ഒരു വൈമാനികയാണോ? ഒരു വിമാനം ഓടിക്കുന്ന ആണോ? അല്ലെങ്കിൽ എന്ത് പരിഗണന, അല്ലെങ്കിൽ കഴിവ് ഉള്ളവർ ഏത് രീതിയിലും കഴിവ്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് ഈ ഷെറിന് ഈ പരോളുകൾ കിട്ടുന്നത് മാത്രമല്ല, ഷെറിൻ ഈ പരോളിൽ ഇറങ്ങുന്ന സമയത്ത് ഷെറിനെ സ്വീകരിക്കാൻ പോകുന്നത് വലിയ ആഡംബര കാറിൽ പല ആളുകളുമാണെന്നാണ് പറയുന്നത്. തിരിച്ചു കൊണ്ടുവിടുന്നതും ഈ ആഡംബര കാറുകളിലാണ്. ചിലപ്പോ 1-2 ദിവസം അവിടെ പോയില്ലെങ്കിലും, മാധ്യമ വാർത്തകളാണ്, നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളല്ല, 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ചെല്ലുന്നതെന്നാണ് പറയുന്നത്. റിമാൻഡ് കാലാവധി, ഈ പരോൾ കാലാവധി കഴിഞ്ഞിട്ട് ഷെറിന്റെ സൗകര്യം പോലെയാണ് തിരിച്ചു ചെല്ലുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഇത്രയും സ്വാധീനം ഷെറിന് എങ്ങനെ ഉണ്ടാകുന്നുവെന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? ഒരു കാര്യമുണ്ട്, ജനിക്കുമ്പോ ഓരോരുത്തൊക്കെ ചിലപ്പോ പറയുന്നത് ലോട്ടറി അടിക്കുന്നു. പണ്ട് പറയുന്നത് ഈ ഗജകേസരി യോഗം ഉണ്ടാന്ന് പറയുമ്പോ ആനയെ വാങ്ങിക്കണമാണ്. പണ്ടത്തെ ആൾക്കാർ ഞങ്ങൾ പറഞ്ഞു കേട്ടോളാം, ഞങ്ങളൊക്കെ ഗജകേസരി യോഗം പറഞ്ഞാൽ ആനയെ വാങ്ങി. ഇപ്പൊ ഗജകേസരി യോഗം ആനയല്ല, ഇതുപോലുള്ളവർക്ക് ഗജകേസരി യോഗം.
ഇപ്പൊ സ്വപ്ന, സരിത, ഷെറിൻ, ഇങ്ങനെ പലരുടെയും വാർത്തകൾ വരുന്നുണ്ട്. അപ്പൊ എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നോണ്ടാണ്, അവർക്ക് ഈ പ്രോത്സാഹനം ഷെറിന്റെ കൊടുക്കുന്നുണ്ട്. കുടുംബത്തെ കുറിച്ച് പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങ് അറിഞ്ഞിട്ടുണ്ടോ? ഈ ഷെറിന്റെ അല്ലെ, കുടുംബം ഏതെങ്കിലും തരത്തിൽ? ഷെറിന്റെ കുടുംബത്തെ പറ്റി പറയണമെങ്കിൽ അവരൊരു സാധുവായ കുടുംബം ഉള്ളത് പറയാമല്ലോ. നമ്മളെ തുറന്നു പറയുകയാണെങ്കിൽ അവര് സാധുവായ കുടുംബം. ഈ കാരണവർ അവരെ സഹായിച്ച്, എന്റെ അറിവ് അങ്ങനെ, ഞാൻ പോയിട്ടില്ല, കാരണവർ അവർക്ക് വീട് വെച്ച് കൊടുത്തു വരെയാണ് ഞാൻ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് ഞാൻ അവിടെ പോയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു കുടുംബമാണ്. പിന്നെ അവരുടെ ബന്ധുക്കള്, അവരുടെ വീട്ടുകാര് ഒരു നല്ല ഒരു ഫാമിലികൾ ഉണ്ടെന്നാണ് എനിക്കറിയാം. അപ്പൊ രാഷ്ട്രീയ ബന്ധം, വിവാഹ സമയത്തൊന്നും ഞാൻ രാഷ്ട്രീയപരമായ ഒരു ബന്ധങ്ങളൊന്നും അവിടെ കണ്ടിട്ടില്ല. പിന്നെയും ആരെങ്കിലും ഉന്നതരോ അവർക്ക് പിന്നെ നമുക്കറിയാമല്ലോ, ഏതെങ്കിലും ഒരു ചെറിയൊരു ഒരാൾ രക്ഷപ്പെടും, അപ്പൊ അത് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഉയരാൻ സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യക്ഷത്തിൽ ഇപ്പൊ 14 വർഷത്തിനുള്ളിൽ ആരെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരാളും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഈ ഉന്നത ബന്ധം വന്നു. ഞാൻ പറയുന്നത് 4 പ്രതികൾക്കും ശിക്ഷ വിധിച്ചപ്പോൾ ഷെറിനെ മാത്രം എന്തിനാ ഒഴിവാക്കുന്നത്? ഇത്രയും വിവാദം ഇതായത്, ഈ 4 പേരെയും കൂടെ ഒന്ന് പുറത്തു വിട്ടായിരുന്നെങ്കിൽ ഈ വിവാദം ഉണ്ടാകത്തില്ലായിരുന്നു. അങ്ങ് ഈ കേസിലെ സാക്ഷിയായിരുന്നല്ലോ, അങ്ങ് ഈ കേസിലെ സാക്ഷിയായതുകൊണ്ടാണ്. ഈ വീട്ടിലൊരു ജോലിക്കാരി ഉണ്ടായിരുന്നു, അതുപോലെ ഡ്രൈവർ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡ്രൈവറും ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ പിന്നീട് ഈ സംഭവത്തിന് ശേഷം സംസാരിച്ചപ്പോ ഇവർക്കൊന്നും ഇതിനെപ്പറ്റി ഒരു അറിവും ഉണ്ടായിരുന്നില്ല എന്നാണോ അവർ പറയുന്നത്? ഈ വഴിവിട്ട ഷെറിന്റെ ജീവിതത്തെ കുറിച്ചോ? അവരില്ല, അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞതായിരിക്കാം. നമുക്കിപ്പോ അവരവിടെ ജീവിച്ചു, ഈ വേലക്കാരി അവര് ജോലി ചെയ്തവരോ ഡ്രൈവറോ, അപ്പൊ അവരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ഈ ഡാഡി എന്നാണ് ഇവര്, ഈ വേലക്കാർക്ക് ഡാഡിന്ന് വിളിച്ചാൻ കേട്ടിട്ടില്ല. ഈ ഔട്ട് ഹൗസിൽ ഡ്രൈവറൊക്കെ ഡാഡിന്നാ വിളിക്കുന്നത്. അപ്പൊ അവരൊക്കെ വളരെ സന്തോഷത്തോട് ഡ്രൈവർ വർക്കൊക്കെ വല്ലാതെ ഒരു ഡ്രൈവറായിട്ടല്ല, പുള്ളി കഴിക്കുന്ന ടേബിളെ വിളിച്ചിരുത്തി ഇവർക്ക് ആഹാരം കൊടുക്കും. സാധാരണ ഡ്രൈവർക്ക് പുറത്താണ് കൊടുക്കുന്നത്, പുള്ളി അങ്ങനൊന്നും അല്ല. പുള്ളി ഒരു വളരെ ഇതായിട്ട്, കാരണം എന്റെ കുടുംബത്തിലെ അംഗം, അപ്പൊ ആ ഒരു രീതി പ്രവർത്തിച്ചാണ്. അപ്പൊ അവരൊക്കെ അന്നേരം പറയുന്നു ഞങ്ങൾ പോലും അറിഞ്ഞില്ല. ഈ ഇവരെയൊക്കെ വളരെ തന്ത്രപരമായിട്ട് ഒഴിവാക്കിയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഇങ്ങനെ ഒരു കൊല ചെയ്യുന്നത് അവർക്ക് പോലും ചിലപ്പോൾ വിശ്വാസം അറിയാൻ കഴിയത്തില്ല. കാരണം അതുപോലെ ഒരു പ്രാക്ടിക്കൽ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഇതൊരു ദൃശ്യ മോഡല്, അതിനേക്കാളൊക്കെ ഭയങ്കര സംഭവമാണ്. ഇത്രയും വന്ന് ഒരു വീട്ടിൽ കയറി ഇതെല്ലാം ഇതൊരു സാധാരണ മരണമാക്കാൻ ശ്രമിച്ച ഒരു കേസ്. അദ്ദേഹത്തിന്റെ സഹപാഠി, മെയിനായിട്ട് പറഞ്ഞ അദ്ദേഹത്തിന്റെ സഹപാഠി, ഞങ്ങളെ വീട്ടുകാരൊക്കെ നിർധനരായ ആ അവസ്ഥയിലാണ്. സഹപാഠി ശ്രീ ഗ്രാമപഞ്ചായത്ത്, അത് തന്നെയല്ല ഞാൻ ഇപ്പം പറയുന്നു, അന്ന് സുപ്രീം കോടതി ജഡ്ജി ഈ പഞ്ചായത്തില് കേസില്ല രഹിത പഞ്ചായത്ത് എന്നും പറഞ്ഞ് പ്രഖ്യാപിച്ചതിന്റെ ഏതാണ്ട് 20ാമത്തെ ദിവസം, കുറഞ്ഞത് അന്ന് എനിക്ക് ഓർമ്മയില്ല, ഒന്നുകിൽ 1 മാസം അങ്ങാ ഈ സംഭവം നടക്കും. അതിനു മുമ്പാണ് പ്രഗത്ഭമായ ഒരു സംഭവം നടന്നത്. ഈ ചെറിയനാട് ഗ്രാമപഞ്ചായത്തിലെ വലിയൊരു വാർത്തയായിരുന്നു, അങ്ങേക്ക് ഓർമ്മയുണ്ട്, സുമാരക്കുളം. അപ്പൊ അതിനുശേഷം ഒരു സംഭവം, പിന്നെ കരിക്കിമ്പില്ല, പിന്നെ ചെങ്ങന്നൂർ വേറൊരു അമേരിക്കയിലാണെന്ന് തോന്നുന്നു, പുള്ളിയെ മകൻ ഷൂട്ട് ചെയ്ത് ചെങ്ങന്നൂർ ടൗണിൽ ഒരാളെ അങ്ങനെ ഒരു സംഭവം. അപ്പൊ ചെങ്ങന്നൂരിനെ സംബന്ധിച്ച്, ചെറിയനാട് ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ച്, ചെറുനാട് പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ സഹപാഠി എന്ന നിലയിൽ ഈ സുപ്രീം കോടതി ജഡ്ജി വന്ന് ഇത്രയും പ്രഖ്യാപിച്ചിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് പോലും നാണം കേടാവുന്ന ഒരു അവസ്ഥയാണ്. അദ്ദേഹം ഉടനെ തന്നെ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേസിന് അങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ശിക്ഷ ഇതൊരു തേച്ചു മാറ്റി ചെറിയ രീതിയിൽ അല്ലെ അറ്റാക്ക് വന്നു, മറ്റു രീതിയിൽ എങ്ങനെയും വാർത്ത വരുത്തി അതങ്ങ് സോൾവ് ആയി. പക്ഷെ അതിന് മുൻകൈയെടുത്തത് ഒരിക്കലും മറക്കാനൊക്കത്തില്ല ഞങ്ങളുടെ നാട്ടുകാരനും പഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീ വി കെ വാസുദേവൻ ചേട്ടനാണ്. വാസുദേവൻ ചേട്ടനെയും വി എസ് അച്യുതാനന്ദ സാറിനെയും ജ്യോതികുമാർ സാറിനെയും പബ്ലിക് പ്രോസിക്യൂട്ടറെയും സെഷൻസ് ജഡ്ജിയെയും അന്നത്തെ അനിൽകുമാർ സാറായിരുന്നു, അവരെ എല്ലാം ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. പിന്നെ ഈ തിടുക്കത്തിൽ ഇങ്ങനൊരു ശിക്ഷ കിട്ടട്ടെ, ശിക്ഷ അനുഭവിക്കുക, പിന്നെ ഗവർണർ എന്തോ തീരുമാനിക്കുന്നതിന് അതുപോലെ നടക്കട്ടെ. പിന്നെ മക്കളോ ഗവർണറെ നിങ്ങൾ സമീപിക്കാനുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇപ്പൊ എനിക്കറിയാം പരിമിതികൾ ഒത്തിരി ഉണ്ട്, കാരണം ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെ അമേരിക്കയിലാണ്. എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഗവർണറെ പോയി കാണണമെന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിച്ചാലല്ല. അപ്പം മക്കളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവര് ഗവർണറെ കാണണം, അല്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടറുമായിട്ട് ഒന്ന് ആലോചിക്കണം. ഇപ്പൊ ഞാൻ ഞായറാഴ്ച ശ്രീമാൻ പബ്ലിക് പ്രോസിക്യൂട്ടറുമായിട്ട് അദ്ദേഹത്തെ രാജഗോപാൽ സാറുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് എന്തോ അദ്ദേഹത്തിനോടൊന്ന് ചോദിക്കണം. അദ്ദേഹത്തിന്റെ
അഭിപ്രായം ആരാഞ്ഞിട്ട് മക്കളുമായിട്ട് എങ്ങനെയെങ്കിലും മക്കളുടെ നമ്പർ എടുത്ത് ഏതെങ്കിലും സോഴ്സ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കും. അവര് അതെ, ഇപ്പൊ പറയുന്നതിനപ്പുറം അന്നേരം എനിക്ക് നേരത്തെ പ്രത്യേകിച്ച് പറഞ്ഞല്ലോ, ഈ ബിജു, മൂത്ത മകൻ ബിജുവിന്റെ അമ്മായി അച്ഛൻ, അതായത് ഭാര്യയുടെ ആ, അച്ഛൻ വഴി അച്ഛൻ ഒരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ സാധ്യത നോക്കുന്നുണ്ടോ? അല്ല, അത് പുള്ളിയെ ഇനി സമീപിക്കണം. പുള്ളിയൊക്കെ ഏത് നിലപാട്, നമ്മൾ ഇതുവരെയായിട്ടും അത് കോണ്ടാക്ട് ഇല്ല. ഇനിയിപ്പം വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ ചെയ്യുന്ന പുള്ളിയുടെ നമ്പർ ചോദിച്ചാൽ അവർ തരുമോ നമുക്ക് ഉറപ്പില്ല. പിന്നെ പുള്ളിയോട് ചോദിച്ചിട്ട് മകന്റെ നമ്പർ കിട്ടുവാണെങ്കിൽ അവനോടൊന്ന് സംസാരിക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. കാരണം എന്തായാലും അവന്റെ അച്ഛനല്ലേ, അവരുടെ അച്ഛൻ പിള്ളേരുടെ അച്ഛനല്ലേ, അപ്പം പിള്ളേരെന്തോ പറയുന്നതെന്ന് ഒരു ആഗ്രഹം. അതെ, വളരെയധികം സമയം അങ്ങ് സംസാരിച്ചു, അങ്ങ് ഒത്തിരി കാര്യങ്ങൾ എനിക്കറിയാം. അങ്ങ് പല ചാനലുകളിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തത വരുത്തിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. നമുക്ക് പോയ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാള് പോയെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മറക്കാനൊക്കത്തില്ല. കാരണം ഞങ്ങളുടെ ഒരു നെടുംതൂണായിരുന്നു, ഞങ്ങളുടെ എല്ലാം ഒരു നെടുംതൂൺ. അല്ല, അങ്ങ് പറയുമ്പോഴാണ്, സത്യത്തിൽ അങ്ങ് ഇത് പറയുമ്പോഴാണ് ഈ ഇത്രയൊക്കെ വാർത്തകൾ, ഞാൻ പഴയ വാർത്തകളൊക്കെ പലത് നോക്കിയിരുന്നു. പക്ഷേ ഈ ഭാസ്കരക്കാരനവർ ഇങ്ങനെ ഒരു പുരോഗമനവാദിയായിരുന്നു, അദ്ദേഹം ഈ ഏതെങ്കിലും മതത്തിന്റെ കള്ളികളിൽ, മതവിശ്വാസങ്ങളിലൊന്നും പെട്ട് ജീവിച്ചിരുന്ന ആളായിരുന്നില്ല, അദ്ദേഹം ഒരു അധികായനായ ഒരു മനുഷ്യനായിരുന്നു, ഒരു പ്രൗഢിയുള്ള മനുഷ്യനായിരുന്നു, അദ്ദേഹം മനസ്സുകൊണ്ട് തന്നെ അത്രയേറെ വിശാലതയുള്ള മനുഷ്യനായിരുന്നു എന്നൊക്കെ ഇപ്പോ അനിലേട്ടനുമായി സംസാരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പൊ എല്ലാവരെയും ഒരേപോലെ കണ്ടത്, ഒരേപോലെ സ്നേഹിച്ച്, ഒരേപോലെ ജാതി മത ഭേദമന്യേ എല്ലാരെയും ഒരേപോലെ സ്നേഹിച്ചു. അല്ലെ ഞാൻ കാരണവരാന്നുള്ള ഒരു വലിപ്പവും ഭാവവും ഒന്നും പുള്ളിക്കില്ലായിരുന്നു. പുള്ളി എല്ലാവരെയും ഒരേപോലെ സ്നേഹിച്ചു. അത് നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അതെ, അങ്ങ് പറഞ്ഞതുപോലെ ഈ ഷെറിൻ മരുമകളുടെ കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. അമേരിക്കയിൽ അവര് പോയിട്ടൊരു പ്രശ്നത്തിൽപ്പെട്ടപ്പോ അതിൽ നിന്ന് ജയിലിലായ അവരെ രക്ഷിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, സാമ്പത്തികമായി ഒത്തിരി ഷെറിനുണ്ടാക്കിയ ബാധ്യതയൊക്കെ വീട്ടി ഒത്തിരി ഷെറിനെ സഹായിച്ച ഷെറിന്റെ ഷെറിന്റെ ഡാഡി. ഞാൻ അവസാനം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനെ കാണാൻ അമേരിക്കയിൽ നിന്ന് 20 പേര് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അമേരിക്കയിൽ നിന്ന് ബോഡി കാണാൻ വന്നു. അപ്പൊ അദ്ദേഹത്തിനോടുള്ള അടുപ്പം കൊണ്ടല്ലേ ഈ 20 പേരെ ഞാനാണ് 10-12 പേരെ ചെങ്ങന്നൂർ ലോഡ്ജ് ഹോട്ടൽ എടുത്ത് കൊടുത്തു. അപ്പൊ അവരൊക്കെ പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ സ്വഭാവം കൊണ്ടാണ്. അല്ലെ ഒരു സ്വഭാവം അല്ലെങ്കിൽ വേറൊരിതാണെങ്കിൽ അദ്ദേഹം ആരും വരത്തില്ല. ഞാൻ അവസാനം അതുകൂടെ പറയുകയാണ്. അറിയാമോ, അങ്ങനെ അമേരിക്കയിൽ അത്രയ്ക്ക് 20 പേരോളം അമേരിക്കയിൽ നിന്ന് ഈ ബോഡി അടക്കത്തിന് വേണ്ടി വന്നിരുന്നു. അപ്പൊ എന്തോ ചെയ്യാനാണ് നമുക്ക്. അങ്ങനെ മനുഷ്യരെ സ്നേഹിച്ച ഒരു വിശാല ഹൃദയമുള്ള ഒരു മനുഷ്യനായിരുന്നു, ഒരുപാട് കാലം ജീവിക്കേണ്ടിയിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ഒരു തീരാ നഷ്ടം താങ്കളുടെ കുടുംബത്തിന് മാത്രമല്ല, ആ നാടിന് തന്നെ ഒരു നഷ്ടം നമുക്ക് കാണുന്നു. കാരണം സന്തോഷത്തോട് ജീവിക്കാൻ വന്ന ഒരു വ്യക്തിയെ പച്ചയ്ക്ക് കൊല്ലുക എന്ന് പറയുമ്പോൾ, കാരണം അദ്ദേഹത്തിന് ഇനി എത്ര വയസ്സുണ്ട്, കൂടി വന്ന 5 വർഷം അല്ലെങ്കിൽ 6 വർഷം, നമുക്ക് ദൈവം പറഞ്ഞല്ല, ചിലപ്പോൾ 70 വയസ്സ് മരിക്കാം, 80 മരിക്കാം. ഇതെല്ലാം ഇവൾ അനുഭവിക്കേണ്ടവളാണ്. ഈ അരിങ്കൊല ചെയ്തില്ലെങ്കിൽ ഇത് മൊത്തം ഇവൾ അനുഭവിക്കേണ്ടതല്ലേ? ഇവക്കല്ലായിരുന്നു, വേറെ ആരും കയറി ചെല്ലത്തില്ല. അതെ, അപ്പോ ഒത്തിരി കാര്യങ്ങൾ എല്ലാം അത് തന്നെ പ്രപഞ്ച ശക്തി ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഒത്തിരി സ്നേഹം അനിലേട്ടാ, ഒത്തിരി സ്നേഹം. താങ്ക് യു.